Okay students, welcome back to our class. Today we are going through the inner ear. The inner ear that is concerned for hearing as well as body balancing or maintaining the equilibrium. The inner ear consists of, it is also known as labyrinth, and it consisting of two parts, that is the bony labyrinth and a membranous labyrinth. The bony labyrinth is a series of cavities within a petrous part of the temporal bone. And the membranous labyrinth is a series of communicating membranous sacs and duct contained within the bony cavity. അപ്പോൾ നമ്മൾ ഒരു ടയർ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഒരു ടയറും അതിൻ്റെ ഉള്ളിലുള്ള ട്യൂബും എന്ന് പറയുന്ന മാതിരിയാണ് നമ്മുടെ ലാബരിന്ത് ഉള്ളത്. അപ്പോൾ ബോണി ലാബരിന്ത് പറഞ്ഞാൽ ആ ടയറിൻ്റെ പുറം ഭാഗങ്ങളും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ട്യൂബ് മെംബ്രേനിയസ് ലാബരിന്തുമായിട്ട് നമുക്ക് സപ്പോസ് ചെയ്യാം. അപ്പോൾ the inner ear is also known as labyrinth and it consisting of a bony labyrinth and a membranous labyrinth. അപ്പോൾ ഈ നീല കളറിൽ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാക്സുകളും ഡക്റ്റുകളും. ഇതൊക്കെ ഡക്റ്റുകൾ, ഇത് സാക്കുകൾ. അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഓരോ ഡക്റ്റുകളുണ്ട്. ഇവിടെ വരുമ്പോൾ അത് സാക്കുകളായിട്ട് മാറുന്ന ഇവിടെയും ഡക്റ്റുകളുണ്ട്. പിന്നെ അതിന് ഔട്ടർ കവറിങ് ആയിട്ട് കൊടുക്കുന്ന ഭാഗത്തെ നമുക്ക് ബോണി ലാബരിന്ത് എന്നും പറയാം. അപ്പോൾ ഇന്നർ ഇയറിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ബോണി ലാബരിന്തും മെംബ്രേനിയസ് ലാബരിന്തും. അതെന്താ എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഫ്ലൂയിഡുകൾ നിറഞ്ഞിട്ടുണ്ട്. ദ മെംബ്രേനിയസ് ലാബരിന്ത് കണ്ടെയ്നിങ് എ ഫ്ലൂയിഡ് കാൾഡ് എൻഡോലിംഫ് and the space between the membranous and bony labyrinth containing a fluid perilymph. അപ്പോൾ the inner ear consisting of two type of fluid, endolymph and perilymph. Endolymph is present in the membranous labyrinth and perilymph is present in the space between the membranous and bony labyrinth. Then the perilymph, that is exact origin is unknown and it is serum infiltrate and CSF, cerebrospinal fluid ഉണ്ട്, serum infiltrate ഒക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിച്ച് ഇൻ സോഡിയം ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു extracellular fluid and plasma. But the endolymph is origin is triavascularis, rich in potassium and similar to the intracellular fluid. And this endolymph is absorbed through the endolymphatic sac. അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് ബോണി ലാബരിന്തിനെ കുറിച്ചിട്ട് പറയാം. ബോണി ലാബരിന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണി ലാബരിന്തിൻ്റെ മെയിൻ സ്ട്രക്ചേഴ്സ് ആണ് semicircular canal, vestibule and cochlea. This is the semicircular canal and the vestibule, this is the middle part, and the cochlea, it is a spiral or shelf like part. This is the part of bony labyrinth. That is, first one is the semicircular canal, then the vestibule and the cochlea. നമുക്ക് ആദ്യം സെമി സർക്കുലാർ കനാലിനെ കുറിച്ചിട്ട് പറയാം. ദേ ആർ 3 in numbers, 1, 2, 3. അപ്പോൾ സെമി സർക്കുലാർ കനാൽസ് ആർ 3 in number and these are lateral, horizontal and anterior. This is the lateral one and this is the anterior one or superior one and this is the posterior one, superior one and the lateral one. They are lies at a right angle to each other. ഓരോന്നും റൈറ്റ് ആംഗിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഈച്ച് കനാൽ ഹാസ് ആൻ ആംബുലേറ്റഡ് ആൻഡ് നോൺ ആംബുലേറ്റഡ് എൻഡ്. ആംബുലേറ്റഡ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സാക്കായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ ആംബുല എന്നാണ് പറയാം. അപ്പോൾ ഇതിന് ഒരു ആംബുലേറ്റഡ് എൻഡുണ്ട്, ഒരു നോൺ ആംബുലേറ്റഡ് എൻഡുണ്ട്. അപ്പോൾ ഒരു എൻഡ് ആംബുലേറ്റഡും മറ്റേ
എൻഡ് നോൺ ആംബുലേറ്റഡും ആണ്. അപ്പോൾ ഈച്ച് കനാൽ ഹാസ് ആൻ ആംബുലേറ്റഡ് എൻഡ് ആൻഡ് എ നോൺ ആംബുലേറ്റഡ് എൻഡ്. നോൺ ആംബുലേറ്റഡ് എൻഡ് ഓഫ് പോസ്റ്റീരിയർ semicircular canal and superior semicircular canal unite to form a common channel called crus commune. അപ്പോൾ ഇതാണ് പോസ്റ്റീരിയർ സെമിസർക്കുലാർ കനാൽ, ഇത് സുപ്പീരിയർ സെമിസർക്കുലാർ കനാൽ. ഇതിൻ്റെ രണ്ടിൻ്റെ നോൺ ആംബുലേറ്റഡ് എൻഡും കൂടെ യോജിച്ചിട്ട് ഒരൊറ്റ ഭാഗമാകും. ഇതിനെ പറയുന്ന പേരാണ് ക്രസ് കമ്മ്യൂൺ. ഇതിനെ പറയുന്ന പേരാണ് ക്രസ് കമ്മ്യൂൺ. ഇത് രണ്ടും കൂടെ യോജിക്കുന്ന ഭാഗത്തെ ക്രസ് കമ്മ്യൂൺ എന്ന് പറയും. എന്നാൽ ഈ ലാറ്ററൽ സെമി സർക്കുലാർ കനാലിൽ ഒരു ആംബുലേറ്റഡ് എൻഡ് ഇവിടെ ഉണ്ട്, ഒരു നോൺ ആംബുലേറ്റഡ് എൻഡ് ഈ സൈഡിലും ഉണ്ട്. സോ 3 semicircular canal have 5 opening into the vestibule. ഓരോന്നിന് ഈ ആകെയുള്ള 3 സെമി സർക്കുലാർ കനാലിന് 5 ഓപ്പണിംഗ് ആണുള്ളത്. 1, 2, 3, ഇവിടെ 4, ഈ 5. ഈ 5 ഓപ്പണിങ്ങും കൂടെ ദേ ആർ ഓപ്പൺഡ് ഇൻ ടു ദ വെസ്റ്റിബ്യൂൾ ഓഫ് ദ ഇന്നർ ഇയർ. ഇനി നമുക്ക് വെസ്റ്റിബ്യൂൾ നോക്കാം. Vestibule, it is the central part of the bony labyrinth and it is situated to the medial to the tympanic cavity and behind the cochlea and in front of the semicircular canal. Semicircular canalന്റെ ഫ്രണ്ടിൽ, കോക്ലിയൻ്റെ പിന്നിൽ, പിന്നെ അതേമാതിരി ടിമ്പാനിക് മെംബ്രെയിൻ്റെ മീഡിയ സൈഡിലും കിടക്കുന്ന മിഡിൽ ഇയറിൻ്റെ മിഡിൽ പാർട്ടാണ് വെസ്റ്റിബ്യൂൾ. ഇനി ഇറ്റ് ഈസ് ലാറ്ററൽ ഓർ ടിമ്പാനിക് വാൾ ഫെനസ്ട്ര വെസ്റ്റിബ്യൂളി. അപ്പോൾ ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്, ഫെനസ്ട്ര വെസ്റ്റിബ്യൂളി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ ഭാഗം, ഇതിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് വന്ന് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ് ഫെനസ്ട്ര വെസ്റ്റിബ്യൂളി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബ്ലൂ പിക്ചർ നോക്കുമ്പോൾ ഇതിൻ്റെ മെംബ്രേനിയസ് ലാബറിന്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ വെസ്റ്റിബ്യൂൾ എന്ന ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മെംബ്രേനിയസ് ലാബറിന്തിൽ പറഞ്ഞു തരാം. ഇനി നമുക്ക് കോക്ലിയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോക്ലിയ, ഇറ്റ് ഈസ് എ സ്പൈറൽ ഷേപ്ഡ് ഫ്ലൂയിഡ് ഫിൽഡ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് എ സ്പൈറൽ ഇൻ ഷേപ്പ് ആൻഡ് ഇറ്റ് ഹാസ് എ കോയിൽഡ് ട്യൂബ് മേക്കിംഗ് 2.5 ടേൺസ്. ഇങ്ങനെ 2-2.5 ടേണുകളായിട്ടാണ് ഇത് കോയിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് കോയിൽ ഓർ ദിസ് ടേൺ ആർ അറൗണ്ട് എ ബോണി സ്ട്രക്ചർ ഓർ സെൻട്രൽ ബോണി പാർട്ട് ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് മോഡിയോളസ്. അപ്പം ഒരു ബോണി സ്ട്രക്ചറിൻ്റെ മുകളിൽ ഈ കോക്ലിയ 2-3 ചുറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ബോണി സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് മോഡിയോളസ്. ഇതാണ് ഇപ്പോൾ ഇങ്ങനെ പറയാം, ഇതാണ് മോഡിയോളസ്. ഈ മോഡിയോളസിന് ചുറ്റും ഇങ്ങനെ 2-2.5 ചുറ്റിയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടാണ് കോക്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ മോഡിയോളസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെൻട്രൽ പിരമിഡ് ഓഫ് ദ ബോൺ അറൗണ്ട് വിച്ച് കോക്ലിയ ഫോംസ് and the base of the modiolus directed toward the internal acoustic meatus. ഇതാണ് ബേസ്. ഈ അടിഭാഗം ബേസും ഇതിൻ്റെ അപ്പക്സുമാണ്. ദാറ്റ് ബേസ് ഓഫ് ദ മോഡിയോളസ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ് ദ ഇന്റേണൽ ഒക്കസ്റ്റിക് മിയാറ്റസ്. ഇതിലൂടെ നേരെ ദ ക്രാനിയൽ ഫോസയിലേക്ക് പോകുന്ന ഇന്റേണൽ ഒക്കസ്റ്റിക് മിയാറ്റസ് ൻ്റെ അടുത്തേക്കാണ് അത് വന്നിട്ടുള്ളത്. ഇതിലൂടെയാണ് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ പാസ് ചെയ്യുന്നത്. ടു ട്രാൻസ്മിറ്റ് വെസൽസ് ആൻഡ് നെർവ്സ് ടു ദ കോക്ലിയ ആൻഡ് അപ്പക്സ് ലൈസ് മീഡിയൽ ടു ദ ടെൻസർ ടിംബാനി മസിൽ. അപ്പോൾ ഇത് അപ്പക്സ്, ഇവിടെ ഒരു മസിൽ ഉണ്ട്, ടെൻസർ ടിംബാനി. അപ്പോൾ എന്താണ് മോഡിയോളസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെൻട്രൽ പിരമിഡ് ഓഫ് ബോൺ അറൗണ്ട് വിച്ച് കോക്ലിയ ഫോംസ് ഓർ അറൗണ്ട് വിച്ച് കോക്ലിയ ഇസ് ടേൺസ് ഇൻ ടു എ കോയിൽ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇതാണ് ഇതിൽ ഇവിടെ അങ്ങനെ കാണുന്നതാണ് മോഡിയോളസ് പറഞ്ഞിട്ടുള്ളത്. ആ മോഡിയോളസിന് ചുറ്റുമായിട്ട് ദർ ഈസ് എ തിൻ പ്ലേറ്റ് ഓഫ് ബോണി വൈൻഡിങ് സ്പൈറലി അറൗണ്ട് ദ മോഡിയോളസ് ലൈക്ക് എ ത്രെഡ് ഓഫ് സ്ക്രൂ. ഒരു സ്ക്രൂവിൻ്റെ ത്രെഡിൻ്റെ മാതിരി കുറച്ച് ബോണി വൈൻഡിങ് ഈ മോഡിയോളസിന് ചുറ്റുമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ബോണി സ്പൈറൽ ലാമിന. ഇനി ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ
A thin plate of bone wind spirally around the modiolus like a thread of screw. This bony lamina give attachment to the basilar membrane and divide the bony cochlear tube into 3 compartments. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് അതാണ് മോഡിയോളസ് സങ്കല്പിക്കുക. അതിന് ചുറ്റും ഒന്നും കൂടെ ഒരു സ്പൈറൽ ബൈൻഡിങ് ഉണ്ട്, ബോണിൻ്റെ തന്നെ ഒരു സ്പൈറൽ ബൈൻഡിങ് ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് ബോണി സ്പൈറൽ ലാമിന. അതിങ്ങനെ ചുറ്റി വരുമ്പോഴാണ് നമ്മളെ കോക്ലിയനെ 3-4 ഭാഗമായി ഇത് ഡിവൈഡ് ചെയ്യും. അങ്ങനെ പറയുന്ന പേരാണ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത കമ്പാർട്ട്മെൻറ്റുകളാണ് സ്കെയില വെസ്റ്റിബ്യൂള്, സ്കെയില ടിംബാനി, സ്കെയില മീഡിയ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമ്മളെ കോക്ലിയനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ മോഡിയോളസിൻ്റെ സ്പൈറൽ ലാമിന. ഇനി നോക്കാം ഏതൊക്കെയാണ് കമ്പാർട്ട്മെൻറ്റുകൾ എന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ഈ കാണുന്നുണ്ട്, ഇതാണ് ഈ നീല കളറിൽ കാണുന്നതാണ് കോക്ലിയയുടെ ടേൺസ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തതാണ്. ഒന്ന് നോക്കുക, സ്കെയില ടിംബാനി, സ്കെയില മീഡിയ, സ്കെയില വെസ്റ്റിബ്യൂൾ. ഏറ്റവും മുകളിലുള്ള സ്കെയില വെസ്റ്റിബ്യൂള്, നടുക്കുള്ള സ്കെയില മീഡിയ, അതിൻ്റെ അടിയിലുള്ള സ്കെയില ടിംബാനി. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം മോഡിയോളസിന് ചുറ്റുമുള്ള സ്പൈറൽ ലാമിനയാണ്. ഇനി നോക്കുക, ഇതിങ്ങനെ ഒരു സ്കീമാറ്റിക് ചിത്രം എടുക്കുകയാണെങ്കിൽ സ്കെയില വെസ്റ്റിബ്യൂള്, സ്കെയില ടിംബാനി, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ട്യൂബുണ്ട് സ്കെയില മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ഇനി വാട്ട് ഈസ് ഹെലിക്കോട്രീമ? ഹെലിക്കോട്രീമ ഇറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ബിറ്റ്വീൻ ദ സ്കെയില വെസ്റ്റിബ്യൂളി ആൻഡ് സ്കെയില ടിംബാനി. ഇത് സ്കെയില ടിംബാനി, ഇത് സ്കെയില വെസ്റ്റിബ്യൂള്. അപ്പോൾ സ്കെയില വെസ്റ്റിബ്യൂളിയും അതേപോലെ സ്കെയില ടിംബാനിയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഹെലിക്കോട്രീമ. ഇതാണ് ഹെലിക്കോട്രീമ. അപ്പോൾ സ്കെയില വെസ്റ്റിബ്യൂളി ആൻഡ് സ്കെയില ടിംബാനി ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ അറ്റ് ദ എപ്പക്സ് ഓഫ് ദി കോക്ലിയ ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഹെലിക്കോട്രീമ. ഇനി വേറെ ഒന്നുണ്ട്, അക്യുഡക്റ്റ് ഓഫ് കോക്ലിയ എന്ന് പറയുന്നുണ്ട്. സ്കെയില ടിംബാനി മനസ്സിലായല്ലോ, സ്കെയില ടിംബാനി ഏതാണെന്നുള്ളത്. ഇതാണ് സ്കെയില ടിംബാനി. ഈ സ്കെയില ടിംബാനി ഏറ്റവും അടിയിലുള്ള ഭാഗം ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സബ് അരക്കനോയ്ഡ് സ്പേസ് ത്രൂ ആൻ അക്യുഡക്റ്റ് ഓഫ് കോക്ലിയ. നമ്മളെ ബ്രെയിനിൻ്റെ സബ് അരക്കനോയ്ഡ് സ്പേസുമായിട്ട് സ്കെയില ടിംബാനി കണക്ട് ചെയ്യുന്നുണ്ട്. ആ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് അക്യുഡക്റ്റ് ഓഫ് കോക്ലിയ എന്നിട്ടുള്ള ഭാഗം. അപ്പോൾ ഇതാണ് ബോണി ലാബരിന്ത്. ബോണി ലാബരിന്തിൽ മെയിൻ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി സർക്കുലാർ കനാലും വെസ്റ്റിബ്യൂളും കോക്ലിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മെംബ്രൈനസ് ലാബരിന്തിനെ കുറിച്ച് പറയാം. മെംബ്രൈനസ് ലാബരിന്ത് പറഞ്ഞാൽ ഈ ബോണി ലാബരിന്തിൻ്റെ ഉള്ളിലുള്ള കുറേ ട്യൂബുകളും സാക്കുകളും ഒക്കെയാണ് മെംബ്രൈനസ് ലാബരിന്ത്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് സാക്സ് ആൻഡ് ഡക്റ്റ്. ഇതാണ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന നീല ഡക്റ്റുകളും ഇത് സാക്കുകളൊക്കെയാണ്. ഫിൽഡ് വിത്ത് എൻഡോലിംഫ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് എൻഡോലിംഫ് വിത്തിൻ ദ വാൾസ് ഓഫ് ദി എപ്പിത്തീലിയം, സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് സെൻസറി റിസപ്റ്റേഴ്സ് ഫോർ കോക്ലിയ വെസ്റ്റിബുലാർ ലാബരിന്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എപ്പിത്തീലിയത്തിൽ നമുക്ക് ഹിയറിങ്ങിന് ആവശ്യമായിട്ടുള്ള സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കോക്ലിയയിൽ കുറച്ച് സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇക്വലിബ്രിയത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാക്കുല പറഞ്ഞിട്ട് ഈ വെസ്റ്റിബ്യൂളിൻ്റെ ഭാഗത്ത് യൂട്രിക്കിളിലും സാക്യൂളിലൊക്കെ കുറച്ച് മാക്കുല പറഞ്ഞിട്ടുള്ള സെൻസറി റിസപ്റ്റേഴ്സും ഉണ്ട്. ഇതെല്ലാം മെംബ്രൈനസ് ലാബരിന്തിൻ്റെ ഭാഗങ്ങളാണ്. സോ the membranous labyrinth consists of cochlear duct. ഇതിൻ്റെ ഉള്ളിലുള്ള ഡക്റ്റ്, ഈ കോക്ലിയക്ക് ഉള്ളിലുള്ള ഈ ഡക്റ്റിനെയാണ് പറയുന്നത് കോക്ലിയർ ഡക്റ്റ്. യൂട്രിക്കിൾ ആൻഡ് സാക്യൂള്. വെസ്റ്റിബ്യൂളിൻ്റെ ഉള്ളിലുള്ള സാക്കുകളിനെ പറയുന്ന പേരാണ് യൂട്രിക്കിളും സാക്യൂളുകളും. പിന്നെ സെമി സർക്കുലാർ ഡക്റ്റ്, ഇതാണ് സെമി സർക്കുലാർ കനാല്. ഇതിൻ്റെ ഉള്ളിലുള്ള ഡക്റ്റുകളെ സെമി സർക്കുലാർ ഡക്റ്റ് പറയും. പിന്നെ എൻഡോലിംഫാറ്റിക് ഡക്റ്റ് ആൻഡ് സാക്ക്, ഇത് രണ്ടും കൂടെ തമ്മിൽ യോജിക്കുന്ന ഈ സാക്യൂളിൻ്റെ ഡക്റ്റും വെൻട്രിക്കിളിൻ്റെ ഡക്റ്റും കൂടെ യോജിച്ചിട്ട് എൻഡോലിംഫാറ്റിക് സാക്കായിട്ട് മാറുന്നുണ്ട്. ഇതാണ് മെംബ്രൈനസ് ലാബരിന്തിൻ്റെ പാർട്ടുകൾ. അപ്പോൾ കോക്ലിയർ ഡക്റ്റ്, സെമി സർക്കുലാർ ഡക്റ്റ്, യൂട്രിക്കിൾ ആൻഡ് സാക്യൂള്, പിന്നെ എൻഡോലിംഫാറ്റിക് സാക്ക്. ഇനി നമുക്ക് സെമി സർക്കുലാർ ഡക്റ്റുകൾ നോക്കാം. എളുപ്പമാണ്. നമ്മൾ സെമി സർക്കുലാർ കനാൽ പറഞ്ഞ മാതിരി തന്നെയാണ്. 3 ഉണ്ട്. ആൻറ്റീരിയർ ഉണ്ട്,
പോസ്റ്റീരിയർ ഉണ്ട്, ലാറ്ററൽ ഡക്റ്റുകളുണ്ട്. അതിന് തന്നെ ആംബുലേറ്റഡ് എൻഡ് ഉണ്ട്, നോൺ ആംബുലേറ്റഡ് എൻഡ് ഉണ്ട്. Ambulated end of each duct containing neuroepithelium crista ambularis, that is concerned with angular acceleration, concerned with balance. നമ്മുടെ angular acceleration സഹായിക്കുന്ന എപ്പിത്തീലിയാണ് ക്രിസ്റ്റ ആംബുലാരിസ്. അതിനുള്ളത് ഈ സെമി സർക്കുലാർ ഡക്റ്റിൻ്റെ ആംബുലേറ്റഡ് എൻഡിലാണ്. ഇനി യൂട്രിക്കിൾ ആൻഡ് സാക്യൂള് നോക്കുക. ഇതാണ് സാക്യൂൾസ്, യൂട്രിക്കിൾസ് ആൻഡ് സാക്യൂൾസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ വെസ്റ്റിബ്യൂൾ ഓഫ് ദ ഇന്നർ ഇയർ. ആൻഡ് ഹിയർ ദർ ഈസ് എ സെൻസറി എപ്പിത്തീലിയം കാൾഡ് മാക്കുല, ആൻഡ് ദീസ് ആർ എസെൻഷ്യൽ ഫോർ ദ ലീനിയർ ആക്സലറേഷൻ, ദാറ്റ് ഈസ് എൻ പൊസിഷൻ ഓഫ് ദ ഹെഡ് ഇൻ റെസ്പോൺസ് ടു ഗ്രാവിറ്റി. നമുക്ക് ഇടയ്ക്ക് ചെവിയുടെ കേടുകൊണ്ടൊക്കെ തലകറക്കൊക്കെ ഉണ്ടാവണില്ലേ? അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്രിക്കിളും സാക്യൂളിലൊക്കെ ഓട്ടോലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ചെറിയ ടൈനി പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ടൈനി പാർട്ടിക്കിൾസിലുള്ള എപ്പിത്തീലിയാണ് മാക്കുല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ ഓട്ടോലിത്തിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറുമ്പോഴാണ് നമുക്ക് തലകറക്കവും ഛർദിയൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ എൻഡോലിംഫാറ്റിക് ഡക്റ്റ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് ടു ഡക്റ്റ് വൺ ഓൺ ഈച്ച് ഫ്രം ദ സാക്യൂൾ ആൻഡ് ഡക്റ്റ്. സാക്യൂളിൻ്റെ യൂട്രിക്കിൾസിൻ്റെ ഡക്റ്റുകൾ തമ്മിൽ യോജിച്ചിട്ടാണ് എൻഡോലിംഫാറ്റിക് ഡക്റ്റ് ഉണ്ടാകുന്നത്. ദെൻ എൻഡോലിംഫാറ്റിക് ഡക്റ്റ് പാസസ് ത്രൂ ദ വെസ്റ്റിബുലാർ അക്യുഡക്റ്റ് ആൻഡ് ടെർമിനൽ പാർട്ട് ഇൻ ദ എൻഡോലിംഫാറ്റിക് ഡക്റ്റ്. പിന്നെ സബരക്കനോട് സ്പേസിലേക്ക് വരും. ഇനി നമുക്ക് കോക്ലിയർ ഡക്റ്റുകൾ നോക്കാം. കോക്ലിയർ ഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്ലിയയുടെ ഉള്ളിലുള്ള ഡക്റ്റുകളാണ് കോക്ലിയർ ഡക്റ്റ്. ഇറ്റ് ഈസ് എ ബ്ലൈൻഡ് കോയിൽഡ് ട്യൂബ്, എവിടെയും തുറക്കുന്നില്ലാതെ ബ്ലൈൻഡ് ആയിട്ടുള്ള കോയിൽഡ് ട്യൂബ്. ആൻഡ് ഇറ്റ് ഈസ് എ ട്രയാങ്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ ആൻഡ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ത്രീ വാൾസ്. വൺ ഈസ് ദ ബേസിലാർ മെംബ്രെയിൻ. ഇതാ ഈ ഭാഗത്ത് ബേസിലാർ മെംബ്രെയിൻ പറഞ്ഞാൽ എന്താ, ഈ കിടക്കുന്ന ഭാഗമാണ് ബേസിലാർ മെംബ്രെയിൻ. പിന്നെ റീസിനേസ് മെംബ്രെയിൻ പറഞ്ഞാൽ ഇത്. പിന്നെ സ്ട്രയ വാസ്കുലാരിസ് കണ്ടെയ്നിങ് വാസ്കുലാർ എപ്പിത്തീലിയം, ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ ഉള്ള ഭാഗത്ത് സ്ട്രയ വാസ്കുലാരിസ്. അപ്പോൾ റീസിനേസ് മെംബ്രെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് സെപ്പറേറ്റ് സ്കെയില വെസ്റ്റിബ്യൂളി ആൻഡ് സ്കെയില മീഡിയ. സ്കെയില വെസ്റ്റിബ്യൂളിനെ സ്കെയില മീഡിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിനാണ് റീസിനേസ് മെംബ്രെയിൻ. ഇനി ബേസിലാർ മെംബ്രെയിൻ പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട് ദ ഓർഗൻ ഓഫ് കോർട്ടി. നമ്മളെ കോക്ലിയയിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഹിയറിംഗ് റിസപ്റ്റേഴ്സ് ഉണ്ട്, അതാണ് ഈ ഓർഗൻ ഓഫ് കോർട്ടി പറഞ്ഞിട്ടുള്ള ഭാഗം. ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന മെംബ്രെയിനാണ് ബേസിലാർ മെംബ്രെയിൻ. ദിസ് കോക്ലിയർ ഡക്റ്റ് കണക്ട് ടു ദ സാക്യൂൾ ബൈ ദ ഡക്റ്റ് ഓഫ് റീയൂണിയൻസ്. ഇത് നേരെ സാക്യൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഡക്റ്റസ് റീയൂണിയൻസ്. ഇനി ഒന്നും കൂടെ പറഞ്ഞു തരാം. ബേസിലാർ മെംബ്രെയിൻ ഇറ്റ് ഈസ് ദ ബേസ്, ഇറ്റ് സപ്പോർട്ട് ദി ഓർഗൻ ഓഫ് കോർട്ടി. റീസിനസ് മെംബ്രെയിൻ സെപ്പറേറ്റ് സ്കെയില മീഡിയ ആൻഡ് സ്കെയില വെസ്റ്റിബ്യൂള്. സ്ട്രയ വാസ്കുലാരിറ്റി കണ്ടെയ്ൻ വാസ്കുലാർ എപ്പിത്തീലിയം ആൻഡ് സെക്രീറ്റ് എൻഡോലിംഫ്. ഇനി നമുക്ക് ഓർഗൻ ഓഫ് കോർട്ടി എന്താണ് എന്ന് നോക്കാം. ഇത് നോക്കിയാൽ മറ്റേ സ്ലൈഡ് നോക്കണ്ട, ഈ സ്ലൈഡ് നോക്കിയാൽ മതി. ഓർഗൻ ഓഫ് കോർട്ടി ഈസ് ദ സെൻസിറ്റീവ് എലമെൻറ്റ് ഇൻ ദ ഇന്നർ ഇയർ ആൻഡ് ക്യാൻ ബി തോട്ട് ആസ് എ ബോഡീസ് മൈക്രോഫോൺ. ഇതാണ് നമ്മളെ ഓർഗൻ ഓഫ് കോർട്ടി. കണ്ടില്ലേ, നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ, 3 ലെയറായിട്ട് ബേസിലാർ മെംബ്രെയിനും റീസിനസ് മെംബ്രെയിനും ഒക്കെ ഉള്ള ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നല്ലോ. ആ ഭാഗമാണ് ഇതൊന്നും കൂടെ വലുതാക്കി കാണിച്ചതാണ് ഓർഗൻ ഓഫ് കോർട്ടി ആൻഡ് ഇറ്റ് ഈസ് തോട്ട് ഓഫ് ആസ് ബോഡീസ് മൈക്രോഫോൺ. The organ of Corti is a specialized sensory epithelium that allow for the transduction of sound vibration into the neural signal. അപ്പോൾ സൗണ്ട് വൈബ്രേഷൻ എന്നുള്ളത് അത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ ന്യൂറൽ സിഗ്നലാക്കി മാറ്റുന്നത് ജോലിയാണ് ഓർഗൻ ഓഫ് കോർട്ടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ മൈക്രോഫോൺ എന്ന് പറയുന്നത്.
This organ of Corti is located on the basilar membrane and it containing two type of hair cell, that is the inner hair cell and outer hair cell. അപ്പോൾ organ of Corti, it is a specialized sensory epithelium that is situated on the basilar membrane. And this organ of Corti transmit sound waves or transform the sound waves into the neural signals, and it consists of two type of cells, inner hair cells and outer hair cells. Inner hair cells, this is the green colored single layered cells, and it is a three or four layered cells. And this inner hair cell and the outer hair cells are separated by a rod of Corti. ഇങ്ങനെ റോഡ് ഓഫ് കോർട്ടി ആയിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ റോഡ് ഓഫ് കോർട്ടി ആർ അറേഞ്ച്ഡ് ലൈക്ക് എ ടണൽ. സോ ദിസ് ഏരിയ ഈസ് കാൾഡ് ടണൽ ഓഫ്, ഈ ഏരിയക്ക് നമ്മൾ ടണൽ ഓഫ് കോർട്ടി എന്ന് പറയും. ഇനി ടെക്ടോറിയൽ മെംബ്രെയിൻ. ടെക്ടോറിയൽ മെംബ്രെയിൻ ഈസ് ലൈസ് എ മെംബ്രെയിൻ ദാറ്റ് ഈസ് ലൈസ് അബവ് ദ outer hair cells. Then small hair-like structure or cilia-like structure present in the inner hair cells and outer hair cells. This is called stereocilia. And the inner hair cells containing afferent nerve fibers and outer hair cells containing efferent nerve fibers. അപ്പം നമുക്ക് നമ്മളെ സെൻസറി റിസപ്റ്റേഴ്സാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയണത്. അതിന് അടുത്ത ഒരു പാർട്ടാണ് ഇൻറ്റേർണൽ ഓഡിറ്ററി കനാൽ. ഇറ്റ് ഈസ് 1 centimeter long. ഇറ്റ് പാസസ് ഇൻ ടു പെട്രസ് പാർട്ട് ഓഫ് ദ ടെമ്പറൽ ബോൺ ഇൻ എ ലാറ്ററൽ ഡയറക്ഷൻ ലൈൻഡ് ബൈ ദ ഡ്യൂറ. ഇപ്പം മനസ്സിലായില്ല സ്ട്രക്ചേഴ്സ്. അപ്പം നമ്മളെ ഇൻറ്റേർണൽ ഇയറിലെ ഹിയറിങ്ങിന് റെസ്പോൺസിബിളാണ്, അതേമാതിരി ബോഡി ഇക്വലിബ്രിയത്തിനും റെസ്പോൺസിബിളാണ്. അപ്പോൾ ഹിയറിങ്ങിന് സഹായിക്കുന്ന ഭാഗമാണ് കോക്ലിയ, എന്നാൽ ഇക്വലിബ്രിയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് വെസ്റ്റിബ്യൂളും അതേമാതിരി സെമി സർക്കുലാർ കനാലും. ഇനി എന്തൊക്കെയാണ് ഫിസിയോളജി ഓഫ് ഹിയറിങ്? അതാണ് ഇവൻറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഹിയറിങ്. ഫസ്റ്റിൽ നമുക്ക് ടെക്സ്റ്റിലുള്ളത് ഫോളോ ചെയ്യാം. സൗണ്ട് വേവ്സ് അറൈവ്സ് അറ്റ് ദ ടിംബാനിക് മെംബ്രെയിൻ ത്രൂ ദ എക്സ്റ്റേണൽ ഇയർ. ദ സൗണ്ട് വേവ്സ് ആർ പാസസ് through the external acoustic meatus and it reaches at the tympanic membrane. First one, it reaches in the tympanic membrane. Then this sound waves causes a vibration to the tympanic membrane. Because of the vibration, the movement of the tympanic membrane causes displacement of the auditory ossicle, or the vibration, the sound waves vibrate the tympanic membrane. This vibration is transmitted through the ear ossicles. That causes displacement of the auditory ossicles. Then the movement of the stapes at the oval window establishes pressure waves in the perilymph of the vestibular duct. അതായത് ഈ ഇയർ ഓസിക്കിൾസിൽ വൈബ്രേഷൻ വരുമ്പോൾ സ്റ്റേപ്സിനൊരു മൂവ്മെൻറ്റ് നടക്കും. ഈ മൂവ്മെൻറ്റ് ഇവിടെ ഒരു ഓവൽ വിൻഡോ ആണ്. ഈ നമ്മുടെ വെസ്റ്റിബ്യൂള് അല്ല കോക്ലിയയുടെ വെസ്റ്റിബുലാർ ഡക്റ്റ് ഉണ്ട്. ആ വെസ്റ്റിബുലാർ ഡക്റ്റിലുള്ള അവിടെ pressure changes വരും. The pressure waves distort the basilar membrane on their way into the round window of the tympanic duct. ഇതിൽ ടിംബാനിക് ഡക്റ്റിലുള്ള ആ റൗണ്ട് വിൻഡോയിൽ വരുന്ന ഒരു മാറ്റങ്ങൾ വരും. ഇവിടെയാണ് റൗണ്ട് വിൻഡോ ഉള്ളത്, ഇവിടെ ഒരു മാറ്റങ്ങൾ വരും. Then vibration of the basilar membrane causes vibration of the hair vesicle. അപ്പോൾ ഇവിടുന്ന് സൗണ്ട് വേവ്സ് എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിലൂടെ സൗണ്ട് വേവ്സ് വന്ന് tympanic membrane vibration എത്തും. അപ്പോൾ ഈ vibration that causes movement of the tympanic membrane. As a result, this ossicles is vibrates and displaced, and the vibration is reaches at the stapes
or foot plates of the place. When the vibration occurs at the foot plate of the place, this vibration reaches in the vestibule or perilymph. That causes some movement in the basilar membrane. When the movement occurs into the basilar membrane, the sensation reaches in the hair cells against the tectorial membrane. Information about the region and the intensity of the stimulation relayed to the central nervous system over the cochlear branch of the cranial nerves. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഹിയറിംഗ് ഇൻവോൾവ് വിത്ത് 3 സ്റ്റെപ്സ്. ഒരു ഫിസിയോളജി ഓഫ് ഹിയറിംഗ് എന്ന് പറയുകയാണെങ്കിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. 1 ഈസ് ദ കണ്ടക്ഷൻ ഓഫ് മെക്കാനിക്കൽ സൗണ്ട് എനർജി. Conduction of mechanical sound energy through the external and middle ear conductive apparatus. Second one, transduction of mechanical sound energy into the electrical impulses. And annamathathu conduction of mechanical sound energy. Second one, transduction of mechanical sound energy into the electrical impulses. Then the conduction of electrical impulses into the brain. ഇങ്ങനെ 3 പ്രോസസ്സാണുള്ളത്. ഒന്ന് സൗണ്ട് വേവ്സ് കണ്ടക്ട് ചെയ്യുക, രണ്ടാമത്തത് സൗണ്ട് വേവ്സിനെ ന്യൂറൽ സിഗ്നലാക്കിയിട്ട് മാറ്റി ചെയ്യുക, അതാണ് ട്രാൻസ്ഡക്ഷൻ പറയണത്. പിന്നെ മൂന്നാമത്തത് ന്യൂറൽ സിഗ്നൽസിനെ കണ്ടക്ട് ചെയ്യുക. അപ്പം സൗണ്ട് വേവ്സ് റീച്ചിങ് ദ ഇയർ ആർ ഡയറക്റ്റഡ് ബൈ ദ പിന്ന ഇൻ ടു ദ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ. വെൻ ദ സൗണ്ട് വേവ് സ്ട്രൈക്സ് ദ ടിംപാനിക് മെംബ്രെയിൻ ഇറ്റ് വൈബ്രേറ്റ്. The vibration are transmitted by the malleus, ingus and stapes. The base of the stapes are attached to the oval window. When the stapes vibrate, it sets up pressure wave into the cochlear fluid. This leads to movement of the cilia of the hair cell and basilar membrane. This produces an action potential to the auditory nerve which conduct the auditory cortex. അങ്ങനെയാണുള്ളത്. ഇനി ഏതൊക്കെ വഴി കൂടെ പാസ് ചെയ്തിട്ടാണ് ഓഡിറ്ററി പാത്ത് വേ? അപ്പോൾ നമ്മളെ കോക്ലിയയിൽ നിന്നും ഹെയർ സെല്ല് ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്നും സ്റ്റിമുലേഷൻ വന്നു, ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്നും അതിന് ഒരു സെൻസറി ഇമ്പൾസസ് എത്തി, അവിടുന്ന് അത് വെസ്റ്റിബുലോ കോക്ലിയർ നെർവിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ വഴിയിലൂടെയാണ് അത് പോകുന്നത് നോക്കാം. ഇതാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഇവിടെ നിന്നുള്ള വൈബ്രേഷൻ ഇതിൻ്റെ ഓർഗൻ ഓഫ് കോർട്ടിയുടെ ഈ കോക്ലിയയുടെ ബേസിൽ വന്നിട്ടാണ് വെസ്റ്റിബുലർ കോക്ലിയർ നെർവായിട്ട് മാറുന്നത്. When the sound waves reaches the internal ear, the hair cell of the organ of Corti are stimulated. ഇതിൽ organ of Corti stimulate ചെയ്യും. And receptors for hearing are hair cells of the organ of Corti. Hair cell of the organ of Corti relay in the spiral ganglion. ഇപ്പോൾ ഇവിടുന്ന് സ്പൈറൽ ഗാംഗ്ലിയോൺ ഈ അറ്റത്തുണ്ട്, ഇതിലേക്ക് സ്റ്റിമുലേഷൻ കൊടുക്കും. Auditory nerve or vestibular cochlear nerve arising from the spiral ganglion. ഇവിടുന്നാണ് സ്പൈറൽ ഗാംഗ്ലിയോണിൻ്റെ ഇവിടുന്നാണ് വെസ്റ്റിബുലാർ നെർവ് അറൈസ് ചെയ്യുന്നത്. And this information relay in the cochlear nuclei in the medulla. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് ഇതിലൂടെ വന്ന ആ ഇൻഫർമേഷൻ വെസ്റ്റിബുലാർ നെർവിലൂടെ വന്നിട്ട് നമ്മളെ മെഡുല്ലയിലുള്ള കോക്ലിയർ ന്യൂക്ലിയസിലേക്ക് എത്തും. Some of these fibers crosses to the opposite side. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ some fibers crosses to the opposite side. Some fibers they are not crossing and they are passing upwards to the same direction only. This crossed and uncrossed fibers ascending upward as lateral lemniscus. ഇത് രണ്ടും ക്രോസ് ചെയ്താലും ക്രോസ് ചെയ്യാത്തതും രണ്ടും ഒരു റിബൺ ലൈക്ക് ട്രാക്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകും. And reach the inferior colliculus of the midbrain. മിഡ്ബ്രെയിനിലുള്ള ഇൻഫീരിയർ കോളിക്കുലസിലെ അടുത്തേക്ക് പോകും. ഇൻഫീരിയർ കോളിക്കുലസ് പറഞ്ഞിട്ടുള്ള മിഡ്ബ്രെയിനിലുള്ള 2 ന്യൂക്ലിയ ഉണ്ട്, അവിടെ എത്തും. ഫൈബേഴ്സ് റീച്ചസ്. അപ്പോൾ ഇവിടുന്ന് ഒരു സിനാപ്സ് ഉണ്ടാവും, സെക്കൻഡ് ഓർഡർ ന്യൂറോണൊക്കെ വന്നിട്ടുണ്ടാകും. പിന്നെ അവിടുന്ന് തലാമസിലേക്ക് ഒരു ന്യൂറോണ് ഇൻഫർമേഷൻ റിലേ ചെയ്യും. തലാമസിൽ നിന്നും ടെമ്പറൽ ലോബിലേക്ക്, അവിടെയാണ് നമ്മുടെ ഓഡിറ്ററി ഏരിയ ഉള്ളത്, അവിടേക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ഇതാണ് ഓഡിറ്ററി പാത്ത് വേ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് ഇന്നർ ഇയർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫിസിയോളജി ഓഫ് ഹിയറിങ്. ഫിസിയോളജി ഓഫ് ഹിയറിങ്ങിൽ 3 പാർട്ടാണുള്ളത്. കണ്ടക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ്, then transduction of sound waves into electrical impulses. Third one is the conduction of electrical impulses. പിന്നെ അതിന് ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഭാഗങ്ങൾ വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലും ആണ്. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു സെൻസറി epithelium or sensory hair cells that is responsible for the transduction of sound waves into electrical impulses. ഇത്രയും ഭാഗങ്ങൾ പഠിക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മിഡിൽ ഇയറും ഇന്നർ ഇയറും ഫിസിയോളജി ഓഫ് വിഷനും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നേരെ പഠിക്കുക. അടുത്ത നമുക്ക് വല്ല ഒരു എക്സാമൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോഴേക്കൊക്കെ നല്ലോണം പഠിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.